നമസ്കാരം. വീണ വിജയനെ വെറുതെ വിടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു ഉദ്ദേശവുമില്ല എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഒരിക്കൽ കൂടി വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുമായിരുന്നില്ല, രണ്ടാമത്തെ സമൻസ് അയക്കുമായിരുന്നില്ല. ഇന്നായിരുന്നു വീണ വിജയൻ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാവേണ്ടത്. ഇന്നലെ തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കുന്നു. ആ ഇമെയിലിനെ ED മറുപടിയൊന്നും കൊടുത്തില്ല. പക്ഷേ ആരോഗ്യമില്ലാത്ത ഒരാൾ ഒരു സമൻസിൽ വരില്ല എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചാൽ, വിവരമറിയിച്ചാൽ അത് അംഗീകരിക്കുക എന്ന മര്യാദയാണ് പൊതുവെ എല്ലാ അന്വേഷണ ഏജൻസികളും, എന്തിനേറെ കോടതി പോലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാവാതിരുന്ന വീണയുടെ കുറ്റം ഒരു കുറ്റമല്ല. ED അതങ്ങ് ക്ഷമിച്ചു. പക്ഷേ ED വീണയെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. വെറുതെ വിടാൻ ഉദ്ദേശമില്ല, അത് വ്യക്തമാക്കുകയാണ്. ഇന്ന് തന്നെ വീണ വിജയനെ ED വീണ്ടും ഹാജരാവാൻ പുതിയ സമൻസ് അയച്ചത്. സാധാരണഗതിക്ക് ഒരു തീയതിയിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഒരാൾ എത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായും എത്തുന്നില്ല എന്ന വിവരം മേലുദ്യോഗസ്ഥർക്ക് പങ്കുവെച്ച് ചർച്ചകൾ നടത്തി അടുത്ത ഒരു തീയതി കൊടുക്കാൻ ഒരുപക്ഷെ ഒരു മാസമെങ്കിലും എടുക്കേണ്ടതാണ്. EDയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ വീണ വിജയന് ഹാജരാവേണ്ട ഇന്ന് തന്നെ നോട്ടീസ് കൊടുക്കാൻ ED വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ച് ED വീണ വിജയന് രണ്ടാമത്തെ സമൻസ് അയച്ചു. അടുത്ത ബുധനാഴ്ച ഹാജരാവാനാണ് ഉത്തരവ്. വീണ വിജയന്റെ മുമ്പിൽ ഇനി അധികം വഴികളില്ല. എങ്ങനെയെങ്കിലും സമയം നീട്ടി മേടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വീണ വിജയൻ അസുഖം അഭിനയിക്കുന്നത്. വാസ്തവത്തിൽ വീണ വിജയന് എന്തെങ്കിലും അസുഖമുണ്ട് എന്നതിൻ്റെ മെഡിക്കൽ രേഖകളൊന്നും ഈ അവധി അപേക്ഷയിൽ വെച്ചിട്ടില്ല. അങ്ങനെ വയ്ക്കേണ്ട കാര്യവുമില്ല. ഗുരുതരമായ രോഗാവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും മെഡിക്കൽ രേഖകൾ വെച്ചാൽ അതനുസരിച്ച് ഇളവ് കിട്ടും. വീണ വിജയൻ EDക്ക് കൊടുത്ത അവധി അപേക്ഷയിൽ പറഞ്ഞത് വൈറൽ പനി പിടിച്ചിരിക്കുന്നു, യാത്ര ചെയ്യാൻ അസൗകര്യമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വൈറൽ പനി ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ED ബുധനാഴ്ച ഹാജരാവാൻ പറഞ്ഞു. 5 ദിവസത്തെ ഇളവ്. വീണ വിജയന് മുമ്പിൽ വേറെ വഴികളില്ല. ബുധനാഴ്ച തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ പോവേണ്ടിയിരിക്കുന്നു. ബുധനാഴ്ച ആകുന്നതിന് മുൻപ് CMRL സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന് പരിഹാരമുണ്ടാവും എന്നാണ് വീണ വിജയന്റെ പ്രതീക്ഷ. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും CMRL എന്ന കരിമണൽ കർത്തയുടെ കമ്പനി അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ തള്ളപ്പെടുകയും ചെയ്തു. അതിന്റെ അപ്പീൽ ഇനി സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് CMRL വൃത്തങ്ങൾ നൽകുന്ന സൂചന. CMRLന് വേണ്ടി നിയമോപദേശകരൊക്കെ ഡൽഹിയിൽ തമ്പടിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ സുപ്രീം കോടതിയെ കൊണ്ട് കേസെടുപ്പിക്കാനാണ് അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നത്. സുപ്രീം കോടതി കേസെടുക്കുമോ ഇല്ലയോ എന്നതിൻ്റെ സൂചനയൊന്നും പുറത്തു വന്നിട്ടില്ല. അത് സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അംഗീകരിച്ചാൽ പോലും അടുത്ത ആഴ്ച തീയതി കിട്ടില്ല. ആദ്യ ഹിയറിംഗ് കേൾക്കാൻ പോകുന്നത് മറ്റൊരു ദിവസമാവും. സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു തീയതിയിൽ അവർ കേസ് പരിഗണിക്കും. അത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അംഗീകരിക്കുകയാണ്. പലപ്പോഴും സുപ്രീം കോടതി രജിസ്ട്രി ഇതൊന്നും പരിഗണിക്കാതെ തന്നെ ഡിഫോൾട്ട് ചൂണ്ടിക്കാട്ടി തള്ളിക്കളയുകയാണ് രീതി. വളരെ കുറച്ച് ജാമ്യാപേക്ഷകൾ മാത്രമാണ് സുപ്രീം കോടതി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചാൽ പോലും അതിനൊരു തീയതി കൊടുക്കും. ആ തീയതി 1-2 ആഴ്ച കഴിഞ്ഞായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ഇതുവരെ ഇതേക്കുറിച്ചൊരു സൂചനയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ലീവ് പെറ്റീഷന്റെ തീയതി പോലും ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. അഥവാ അതിന് അനുമതി കിട്ടിയാൽ 2-3 ആഴ്ച കൂടി സമയം നീട്ടി വാങ്ങിയാൽ ഇതിനിടയിൽ CMRL കമ്പനി ഈ കേസിന്റെ തുടരന്വേഷണം തടയും എന്ന പ്രതീക്ഷയിലാണ് വീണ വിജയൻ ആദ്യം പോവാതിരുന്നതും സമയം നീട്ടി ചോദിച്ചതും. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വീണ വിജയൻ അതിനു മുൻപ് ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ED ഈ ബുധനാഴ്ച ഹാജരാവാൻ പറഞ്ഞത്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എന്തായാലും CMRLന്റെ നിയമ പോരാട്ടം നടക്കില്ല, അത് വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ വീണ വിജയന് ബുധനാഴ്ച EDയുടെ മുൻപിൽ ഹാജരാവേണ്ടി വരും. EDയുടെ കൊച്ചി ഓഫീസിൽ പോവുക അത്ര എളുപ്പകാര്യമല്ല. അവിടെ ചെല്ലുക, ചെന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നത് വരെ താഴെ മറ്റു പ്രതികൾക്കൊപ്പം ഇരിക്കുക. ഇതാണ് EDയുടെ രീതി. അല്ലാതെ ചെന്നാലുടൻ തന്നെ ED ഉദ്യോഗസ്ഥർ താലപ്പൊലിയുമായി വന്ന് വിളിച്ചു കൊണ്ടുപോവില്ല. എപ്പോൾ വിളിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. താഴെ നിരവധി പ്രതികൾക്കൊപ്പം ഇരിക്കേണ്ടി വരും മണിക്കൂറുകൾ. ചിലപ്പോൾ വൈകുന്നേരമാകുമ്പോൾ പറയും അടുത്ത ദിവസം വരൂ, ഇന്ന് പോവാൻ പറയും. അങ്ങനെയാണ് ED ചെയ്യുന്നത്. വീണയായതുകൊണ്ട് അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഒരുപക്ഷെ വീണയെ വിളിച്ചേക്കാം, പക്ഷെ എപ്പോൾ വിളിക്കും
എപ്പോൾ ചോദ്യം ചെയ്യും എന്നുറപ്പൊന്നുമില്ല. വീണ വിജയനെ കാത്ത് മാധ്യമ പട ബുധനാഴ്ച രാവിലെ മുതൽ ഇ ഡി ഓഫീസിലുണ്ടാവുമെന്ന് തീർച്ചയാണ്. ഇ ഡി ഓഫീസ് തുറക്കുന്ന സമയത്ത് തന്നെ വീണ എത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. വീണയുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. ഇനി വരാതിരുന്നാൽ വീണയെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീണയുടെ മുമ്പിലുള്ള വഴി കേരളം വിടുക, ഇന്ത്യ വിടുക എന്നതാണ്. ഇന്ത്യ വിട്ടാൽ പ്രയാസമാണ്. പിന്നെ നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കണം. അത്തരം റിസ്ക് ഒന്നും വീണയെടുക്കാൻ സാധ്യതയില്ല. എന്തായാലും വീണയ്ക്ക് ബുധനാഴ്ച പോവേണ്ട സാഹചര്യമുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർ പിന്നാലെയുണ്ട്. അവർ വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുന്നു. വീണയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, അതായത് വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ക്ലോസ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ, വീണയ്ക്ക് നിക്ഷേപമുള്ള കമ്പനികൾ, വീണയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, വീണ വാങ്ങിയിരിക്കുന്ന സ്ഥലം, വീണയുടെ കെട്ടിടങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തിനകം വിറ്റ ആസ്തികൾ, അത് ഏതെങ്കിലും കെട്ടിടങ്ങളോ വീടോ വിറ്റിട്ടുണ്ടെങ്കിൽ അവ, കമ്പനികളിലുള്ള നിക്ഷേപം, IT റിട്ടേൺ അടക്കം എല്ലാ രേഖകളുമായി എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രേഖകളുമായി വീണയ്ക്ക് ബുധനാഴ്ച പോവേണ്ടി വരും. പോയില്ലെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യും. വീണയെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് ഇ ഡി. എന്തായാലും വീണയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ, വീണയിലൂടെ പിണറായിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുക്കുന്ന രാഷ്ട്രീയ നേതാവ്, BJP നേതാവ് ഷോൺ ജോർജ് അത്യാഹ്ലാദത്തിലാണ്. ഷോണിനോട് ചോദിച്ചപ്പോൾ ഷോൺ മറുനാടിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഷോണെ നമസ്കാരം. ഇന്നായിരുന്നു പോവേണ്ടിയിരുന്നത്, ഇന്ന് അവർ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അടുത്ത നോട്ടീസ് കൊടുത്തിരിക്കുന്നു, ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. സാധാരണഗതിക്ക് ഈ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ 1 മാസമൊക്കെ സാവകാശം കിട്ടാറില്ല. ഇപ്പൊ ഇതെന്താ ഇത്രയും വേഗത്തിൽ തന്നെ, ഇത്ര എളുപ്പത്തിൽ തന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാ തോന്നുന്നത്? സ്വാഭാവികമായിട്ടും ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ അവര് ഹാജരാകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണത്തിന് 5 ദിവസം മോർ ദാൻ ഇനഫ് എന്നതുകൊണ്ടായിരിക്കും. അവർക്ക് സീരിയസ് ആയിട്ടൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ അതായത് ഡോക്യുമെന്റ്സ് ഒന്നും ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ഏത് മനുഷ്യനും ഒരു ദിവസം ഇനിയിപ്പോ അടുത്ത തിങ്കളാഴ്ച എന്നോട് ഹാജരാകാൻ പറഞ്ഞാൽ എനിക്കേണ്ടതായ പ്രശ്നങ്ങളുണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ, പലതുണ്ടാകും. പക്ഷെ അവർക്ക് ഹാജരാകാതിരിക്കണം. 1 മാസത്തിന് ഹാജരാകാതിരിക്കും. ഇത് കേസിന്റെ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ പോകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനൊരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യയെ വഴിക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ്, അവർക്ക് SFI അവർ കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇതൊക്കെ വെച്ച് അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. കാരണം PML ആക്ട് പ്രകാരം ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ തന്നെ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ളതുണ്ടാകും, ജെന്യൂൻ അല്ലാത്തതുണ്ടാകും, അതിനകത്ത് അത് വർക്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളുണ്ടാകും. ഇതെല്ലാം പ്രശ്നമായിട്ട് വരും. ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും അടിയന്തരമായിട്ട് അടുത്ത നടപടി ഇന്ത്യയുടെ ആവശ്യമാണ്. അപ്പം ഇതിന്റെ ഒരു സീരിയസ്നെസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ വീണ പ്രതിയാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തൊരു സാധ്യത കാണുന്നുണ്ടോ? വീണ പ്രതിയാണോ? അല്ലല്ലോ, ഇപ്പോഴും ഒരു വിറ്റ്നസ് അല്ലേ? അല്ലല്ലോ, SFIയുടെ എൻക്വയറിയിൽ വീണ പ്രതിയാണല്ലോ. അതിനകത്ത് തന്നെ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം വീണ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അവരതിനകത്ത് കൃത്യമായിട്ട് ആ കംപ്ലൈന്റിൽ അവർ കൊടുത്ത കുറ്റപത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വീണയെ PML ആക്ട് പ്രകാരം ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിന്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ്. അല്ല, എന്നാൽ അവർ പ്രതിയാവണമെന്ന് ഇ ഡി കേസിൽ പ്രതിയാവുമെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു കാര്യമാണ്. മണി ലോണ്ടറിംഗ് ഇന്നും നടന്നിട്ടുണ്ട്. ആ പണം കൈപ്പറ്റിട്ടുള്ളത് പിണറായി വിജയന് വേണ്ടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അബുദാബിയിലെ ബാങ്കിന്റെ ഇടപാടിന്റെ ഒരു ശ്രമം നടക്കും, അതുപോലെ വിജയിക്കും, അറിയാമോ? അബുദാബി ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ. അല്ല, അത് മറ്റൊരു രാജ്യത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ആ പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ട് വേണം ഇന്ത്യ ആ ബാങ്കിനോട് ആവശ്യപ്പെടാൻ. അതിന്റെ നമുക്ക് കൊടുത്തുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചും ഇവിടെ നിന്നും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട ആ അക്കൗണ്ടിന്റെ ആവശ്യകത എത്ര വലുതാണ് എന്നുള്ളത് ഞാൻ ED പെറ്റീഷൻ പ്രോപ്പർട്ടി ഓഫീസ് മന്ത്രാലയത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഞാൻ അതിന്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി അവർ പരിഗണിക്കുന്നുണ്ടോ, അവർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് അതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഈ കേസിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ള നാണയത്തെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ള കേരളത്തിന്റെ വിവാദ കമ്പനികളിലും വിവാദ ഇടപാടുകളിലും പ്രതിയായിട്ടുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെ ലാവലിൻ ഉൾപ്പെടെ നമുക്കറിയാം 98 മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ലാവലിൻ. ആ കമ്പനികളിൽ നിന്ന് പോലും ആ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ബോധ്യപ്പെട്ട കാര്യമില്ല, അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെടണം. സ്വാഭാവികമായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് ആ അന്വേഷണ ഏജൻസികൾ ആ രാജ്യത്തെ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. ആ പ്രൊസീജിയേഴ്സ് പ്രകാരം ആ രാജ്യം അത് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊക്കെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ അന്വേഷണ ഏജൻസിയും സർക്കാരും തീരുമാനിക്കണം. പിന്നെ ഇന്ത്യ ഗവൺമെന്റും UAE തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് സാധ്യത കൂടുതലാണ്, അല്ലേ?
അതിനുള്ളൊരു അതെ, സാധ്യതയാണ് നമുക്ക് പറയാനില്ല. അവിടെയൊക്കെ ഈ നമുക്കറിയാലോ, ഗൾഫിലെ ബാങ്കുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഭീകരമായി ലോകമെമ്പാടുമുള്ള ആളുകൾ പാർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ് അതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ സാഹചര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നതാണ്. ഈ ചൊവ്വാഴ്ച വീണ ഹാജരാകും എന്ന് കരുതുന്നുണ്ടോ? ബുധനാഴ്ച വീണ ഹാജരാകും എന്ന് കരുതുന്നുണ്ടോ? അവര് അന്വേഷിക്കുന്നത് അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ടല്ലല്ലോ. അവര് അന്വേഷിക്കുന്നത് ഇതിന് നിയമപരമായി ഇതിനെ തടസ്സപ്പെടുത്താൻ ഏതെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അതിന് സുപ്രീം കോടതിയിൽ കേസ് പരിഹാരമുള്ള കാര്യങ്ങളുമായി CMRന്റെ ആളുകൾ ഡൽഹിയിൽ ക്യാമ്പിക്കുന്നുണ്ട്. അപ്പോ ഇത്ര നാളും CMRന്റെ പരീക്ഷയിലാണല്ലോ, നിയമപരമായ പരീക്ഷയിലാണല്ലോ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ CMR ഏതെങ്കിലും വരുന്നത് ഡൽഹി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇത് സംബന്ധിച്ച് തടസ്സങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇത് മുമ്പോട്ട് പോകുന്നത്, വലിച്ചു നീട്ടുന്നത്. എന്തായാലും വീണയുടെയോ പിണറായിയുടെയോ ഒക്കെ അറസ്റ്റിലേക്ക് ഇത് നീങ്ങിയേക്കാം തന്നെയാണ് ഇപ്പോഴും വിശ്വാസം ഈ കേസിന്റെ പോകുന്നത്. 100% ഞാനത് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മാൻ. താങ്ക് യു.